നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. പിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല. ഇവിടെ സ്വന്തം മൈതാനമായ ചെപ്പോക്കിൽ CSKയുടെ അവസ്ഥ പരിതാപകരമാണ്. മുംബൈയിൽ പോയി വാങ്കഡയിൽ മികച്ച വിജയം നേടാൻ പറ്റി മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചു. CSK ട്രാക്കിലാണ് എന്ന് നമ്മൾ കരുതിയതാണ്. പക്ഷേ ചെപ്പോക്കിലാകെ തകർന്നു കോംപ്രഹെൻസീവായിട്ടുള്ള പരാജയമാണ്. 20 ഓവറിൽ ഒരുവിധം 158 റൺസ് ഒപ്പിച്ചെടുത്തു. GT അത് അനായാസം മറികടക്കുകയും ചെയ്തു. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് പറയുന്നു, കണ്ടീഷൻസ് കൃത്യമായി മനസ്സിലാക്കാൻ പാടുപെട്ടു, പിച്ചിനെ കുറിച്ച് മനസ്സിലാക്കാൻ പാടുപെട്ടു, അതിനോട് അഡാപ്റ്റഡായി വന്നപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഋതുരാജ് ക്രീസിൽ നിലയുറപ്പിച്ച് കളിച്ചതുകൊണ്ടാണ് 100-150 ഒക്കെ അവർക്ക് വന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. തുടക്കത്തിൽ ബാറ്റർമാർ നിരന്തരം വീണുപോയതും അവർക്ക് ഇമ്പാക്റ്റ് സബായിട്ട് സർഫ്രാസിനെ ഇറക്കേണ്ടി വന്നതും ഒക്കെ കളിയിൽ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഏതായാലും അദ്ദേഹം പിച്ചിനെ കുറിച്ച് പറയാൻ നോക്കുക. ഇവിടെ കളിച്ച അവസാനത്തെ 3 മത്സരങ്ങൾ ഞങ്ങൾ എങ്ങനെയാണ് പിച്ച് സിറ്റുവേഷൻ എന്നുള്ളതൊക്കെ 60% ഈസ് ഗോയിങ് ടു പ്ലേ ലൈക്ക് ദിസ്, 70% ഈസ് ഗോയിങ് ടു പ്ലേ ലൈക്ക് ദിസ് എന്നൊക്കെ ഞങ്ങൾ ആ ഘട്ടത്തിൽ കരുതിയതാണ്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ ഒരു ഐഡിയയും കിട്ടിയില്ല എങ്ങനെയായിരിക്കും പിച്ച് പെരുമാറുക എന്നുള്ളത്. പിന്നെ അതിനോട് അഡാപ്റ്റഡായി വന്നപ്പോഴേക്കും, ചേഞ്ചായി വന്നപ്പോഴേക്കും വി വെയർ ഐ തിങ്ക് ടു ലേറ്റ്, ഞങ്ങൾ കുറേ ലേറ്റായി കഴിഞ്ഞിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ് ദെൻ അതിനുശേഷം ഞങ്ങൾ ശ്രമിച്ചു, പക്ഷേ അത് കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കിയുമില്ല. ഇറ്റ് ജസ്റ്റ് ഡിഡ്ന്റ് കം ഓഫ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അതായത് പിച്ചിൻ്റെ സ്വഭാവം മനസ്സിലാക്കി വരാൻ സമയമെടുത്ത് അതൊക്കെ അഡാപ്റ്റഡായി വന്നപ്പോഴേക്കും കളി ഏതാണ്ട് തീരാനായിരുന്നു, അവരുടെ ഇന്നിങ്സ് ഏതാണ്ട് തീരാനായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു പിച്ചിൻ്റെ സ്വഭാവം പറഞ്ഞാൽ ഫോർ ദി മീഡിയം പേഴ്സേഴ്സ് ഇറ്റ് വാസ് ഹോൾഡിങ് എ ബിറ്റ്. അത് 2 പേസ്ഡ് വിക്കറ്റ് ആയിരുന്നു. ബൗൺസസ് ബിറ്റ് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് തുടക്കത്തിൽ വിക്കറ്റുകൾ പോയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റിൽ 170-180 റൺസിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. അതൊരു കോമ്പറ്റിറ്റീവായിട്ടുള്ള ടോട്ടൽ ആകുമായിരുന്നു. ബട്ട് ഐ റിയലി ഡൗട്ട് ദാറ്റ്. ദെൻ അദ്ദേഹം പറയുകയാണ്, പവർ പ്ലേക്ക് ശേഷം സ്റ്റിൽ ബോൾ ആ രൂപത്തിൽ വന്നുകൊണ്ടേയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ബിറ്റ് ഡിഫിക്കൽട്ട് ടു പ്ലേ സം ഷോട്ട്സ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും തുടക്കത്തിൽ വീണു പോയത് തന്നെയാണ് CSKക്ക് പണിയായത്. പിച്ച് മനസ്സിലാക്കി വന്നപ്പോഴേക്കും കളിയേറെ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഋതുരാജ് പറയുന്നത്. എന്തൊരവസ്ഥയാണെന്ന്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.